ഹായ് ഓൾ, ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ UK വന്നിട്ട് ഹാപ്പിയാണോ, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ചോദിക്കാറുണ്ട് നിങ്ങൾ UK ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശരിക്കും UK വന്നിട്ട് ഹാപ്പിയാണോ? അച്ഛൻ പറ, ഹാപ്പിയാണോ? ഞാനൊരു 50% ഹാപ്പിയാണ്, 50% ഹാപ്പിയല്ല. കാരണം സാലറിയുടെ ഭാഗത്ത് ഞാൻ ഹാപ്പിയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GCC നമ്മൾ ഇത്രയും വർഷം, സൗദി അറേബ്യയിൽ ഇത്രയും വർഷം നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ ഒരു എമൗണ്ട് നമുക്കിപ്പം കിട്ടുന്നില്ല അല്ലേ? അത് രണ്ടുപേരുടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതങ്ങനെ ഒരു കുറച്ചെങ്കിലും ഒരു സേവിങ്സ് പറ്റത്തുള്ളൂ. ഇപ്പൊ ഇവിടെ ഒരാളുടെ സാലറി ഫുള്ള് എക്സ്പെൻസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതെ, ഒരാളുടെ സാലറി അല്ല, അതിലേറെ ആയിട്ട് അതൊരു ഇതായിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ തിരഞ്ഞെടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് അത്ര എന്താ പറയുക, നമ്മൾ പ്ലേസ് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു അല്ലേ? എക്സ്പെൻസ് കൂടിയ സ്ഥലം ആയതുകൊണ്ട് അങ്ങനൊരു പ്രശ്നം വന്നല്ലേ? അതെ. അപ്പൊ എന്ന് പറയുന്നത്, ഞങ്ങൾ വരുന്നതിനും തൊട്ട് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പ്ലേസ് ചൂസ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നു. അപ്പോൾ കുറേ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ നല്ല UK എല്ലാവരും ഒരേ എക്സ്പെൻസ് ഒക്കെയാണ്. ഒരിക്കലും അല്ല. കാരണം ലണ്ടനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര എക്സ്പെൻസാണ്. പ്രത്യേകിച്ച് ലണ്ടനോട് അടുത്തെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ലണ്ടനിലുള്ളവരൊക്കെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോയി താമസിക്കും. കാരണം അവിടെ എക്സ്പെൻസ് കൂടുതലാണല്ലോ. അത് കാരണമാണ് ഇവിടുത്തെ എക്സ്പെൻസ് കൂടിപ്പോയത്. പിന്നെ ഇവിടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ബേസ് സാലറി കിട്ടുന്നുണ്ട്. അതെ, ഈ ട്രസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് സാലറി തരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സാലറിക്ക് ഒരു ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെന്ന് പറയുന്ന ഫാമിലി ആയിട്ട് ഇവിടെ വന്നതുകൊണ്ട് ഫാമിലി ആയിട്ട് ജീവിക്കാനുള്ളൊരു ഇതുണ്ട്. കുഞ്ഞുങ്ങൾക്കായാലും അതിന് സ്കൂളിൽ പൈസ കൊടുക്കേണ്ട കുട്ടികൾക്ക്, അതാണ് ഒരു ബെനിഫിറ്റ് ആയിട്ട് ഉള്ളത്. അതെ, പിള്ളേർക്ക് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പിന്നെ 2ാം ക്ലാസ് വരെയുള്ള, എൻ്റെ മോൻ റിസപ്ഷനിലാണ് പഠിക്കുന്നത്. അപ്പം 2ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് മീൽസ് ഒക്കെ ഫ്രീ ആണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ സൗദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 100-400 പൗണ്ട്, 450-500 പൗണ്ട് ഉണ്ടെങ്കിലും നല്ല ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേ പൈസ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു, അതേ കൂടുതൽ പൈസ റിയാലല്ല, അത് 350-400 റിയാൽ നമുക്ക്, അല്ലെങ്കിൽ 500 റിയാൽ നമുക്ക് അവിടെ ചിലവാകുന്നുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം 10, 200, 600, 700 പൗണ്ട് 4 പേർക്ക് ജീവിക്കാൻ മിനിമം വേണമെന്ന് തോന്നുന്നു. അതെ, മക്കളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ ഫുഡിന് വേണ്ടി ചിലവാകും. പിന്നെ ചോയ്സസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ സൗദിയിലായിരുന്ന സമയത്ത് ഇഷ്ടം പോലെ അറബിക് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലാകുമ്പോൾ ഇഷ്ടം പോലെ ഫുഡ് ചോയ്സസ് ഉണ്ട്. ഇവിടെ ഫുഡിന്റെ കാര്യത്തിൽ ചോയ്സ് ഇല്ല, നമ്മൾ വേണമെങ്കിൽ വെച്ച് കഴിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വല്ലപ്പോഴും ഉള്ള അടുത്തുള്ള ഹോട്ടലിലും കാണാൻ പോയിട്ട് ഫുഡ് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫുള്ള് ഇംഗ്ലീഷ് സിസ്റ്റത്തിലോട്ട് മാറണം. അപ്പോൾ അത് നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നവര്, പുതുതായിട്ട് വന്നവര് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെയൊക്കെ വന്നവർക്കാണെങ്കിൽ ചിലപ്പം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വലിയ പാടില്ലായിരിക്കും. കാര്യം അത്യാവശ്യം വേണ്ടുന്ന വണ്ടിയാണ്. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കൊച്ചുങ്ങളെ കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ അത്യാവശ്യം വണ്ടി ആവശ്യമാണ്. നമുക്ക് ജോലിക്ക് പോകണമെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതൊരു വണ്ടിയാണ്. വണ്ടി എടുക്കാനാണെങ്കിൽ സുഖമാണ്, പക്ഷേ അതിൻ്റെ ടാക്സ്, ഇൻഷുറൻസും കൂടുതലാണ്. ഇൻഷുറൻസൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ തുച്ഛമായ പൈസ ആകത്തുള്ളൂ. ഇവിടെ നിന്ന് ഇൻഷുറൻസ് ഭയങ്കരമായ എമൗണ്ടാണ് ഇൻഷുറൻസ് വരുന്നത്. പിന്നെ ലൈസൻസ് 1 വർഷം. പിന്നെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 1 വർഷം നമുക്കിവിടെ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ ലൈസൻസ് വേണമെന്നില്ല, ഇന്ത്യൻ ലൈസൻസ് മതി. അതാത് രാജ്യങ്ങളിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ആണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ 1 വർഷത്തിനിടയ്ക്ക് ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുക്കുന്ന വലിയൊരു കടമയാണ്. എന്താ പറയുക, വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് വണ്ടി ഓടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് എക്സ്പെർട്ട് ഡ്രൈവർമാർക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അച്ഛന് വണ്ടി ലൈസൻസ് എടുക്കാൻ നേരം ഇച്ചിരി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു. എന്നാലും ലൈസൻസ് കിട്ടി, അത് ഭാഗ്യം. പിന്നെ എന്താ പറയുന്നത്, അത് 2ാമത് കിട്ടി കേട്ടോ, അതാക്കണ്ട തന്നെ. 2ാമത് ഞാൻ എടുത്തു. ആദ്യത്തെ പ്രാവശ്യം പാടല്ലായിരുന്നു. നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോകുമ്പോൾ അവർ പറഞ്ഞത് അല്ലെങ്കിൽ ക്ലാസ്സിന് പറഞ്ഞതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആകെ ഒരു പാനിക്കായി പോകും.
അങ്ങനെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ റൂൾസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വണ്ടി ഓടിക്കാൻ അറിയാവുന്നത് അവർ റൂൾസ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അതല്ല അവർ പറയുന്ന രീതിയിൽ തന്നെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഓടിച്ച് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെന്ന് പറയുന്ന ഒരു വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത് സിക്ക് ലീവാണ്. കാരണം ഞാൻ സൗദിയിലൊക്കെ ആയിരുന്ന സമയത്താണെങ്കിലും നാട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഒരു സിക്ക് ലീവിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന്റെ പുറകിൽ നടക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഡോക്ടേഴ്സിന് നല്ലതായിട്ട് ഉറപ്പാവണം നമുക്ക് അസുഖമാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സിക്ക് ലീവ് കിട്ടത്തുള്ളൂ. ഇവിടെ നമുക്ക് വിളിച്ചു പറഞ്ഞാൽ ഇവിടെ നമുക്ക് 7 ദിവസം വരെ നമുക്ക് ആരുടെയും GP കാണുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് സിക്കാണെങ്കിൽ സിക്കാണ്, അവർ നമുക്ക് സിക്ക് ലീവ് തരും. അതിപ്പോൾ ആരും വന്ന് നമ്മളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാണോ എന്ന് കൺഫേം ചെയ്യണോ എന്ന് പറയുകയോ ഒന്നും ചെയ്യത്തില്ല. ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് വിളിച്ച് വാർഡിൽ ഇൻഫോം ചെയ്യുക, എനിക്ക് ഇങ്ങനെ സിക്കാണ് എന്ന് പറയുക. അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ സിക്കായിട്ടാണല്ലോ സിക്കെന്ന് വിളിച്ച് പറയുന്നത്. സിക്ക് അല്ലാതെ ഇതുവരെ വിളിച്ചു വരേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. സിക്ക് നല്ലതുപോലെ സിക്കായിട്ട് തന്നെയാണ് സിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫ്ലെക്സിബിൾ ഡ്യൂട്ടി കിട്ടുന്നുണ്ട്. അതൊരു നല്ലൊരു ആശ്വാസമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നോക്കാൻ, പ്രത്യേകിച്ച് ചെറിയ മക്കൾക്ക് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫ്ലെക്സിബിൾ ഡ്യൂട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി പോകും. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് അച്ഛനെ ഇവിടെ കാണും, അല്ലെങ്കിൽ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആ സമയത്ത് ഞാനിവിടെ കാണും. അങ്ങനെയാണ് ഞങ്ങൾ ഫ്ലെക്സിബിൾ ഡ്യൂട്ടി എടുത്താണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അത് വളരെ ഒരു ആശ്വാസമാണ്, അല്ലേ അച്ഛാ? അതെ അതെ അതെ. പിന്നെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സൗദിയിലായിരുന്നല്ലോ. സൗദിയിലായിരുന്ന സമയത്ത് വെക്കേഷൻ ഇവർക്ക് എനിക്ക് തോന്നുന്നു 55 ദിവസമൊക്കെ ഞങ്ങൾ വർഷത്തിൽ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ മാക്സിമം 21 ദിവസമേ നമുക്ക് നാട്ടിൽ പോകാനായിട്ട് വെക്കേഷൻ തരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് തോന്നുന്നു. 21 ദിവസമാണ് മാക്സിമം നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ടിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 10 മന്ത്സ് കൂടുമ്പോൾ നമുക്ക് നാട്ടിൽ പോകാമായിരുന്നു, പേരൻസിനെ കാണാമായിരുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു ഇതുണ്ട്. എന്നാലും എങ്കിൽ തന്നെ UK-യിലുള്ളവരെല്ലാം ഈ ടിക്കറ്റിന്റെ എക്സ്പെൻസ് കാരണം 3-4 വർഷം കൂടുമ്പോഴാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിവിടെ വരുന്നത്. അപ്പൊ ഇത് നമ്മൾ OET പഠിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ്. UK-യിൽ അതൊന്നും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല, ടിക്കറ്റ്സിന്റെ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവർക്കും. അതൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമാണ് അടുത്തൊരു കാര്യം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നും ഇവിടെ മരുന്നെന്ന് പറയുന്ന സാധനം ഇവിടുന്ന് കിട്ടത്തില്ല. നമ്മളേതെങ്കിലും ഫാർമസിയിലൊക്കെ പോയി മേടിക്കേണ്ടി വരും. അതൊരു വലിയൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചുള്ള ഒരു വലിയ ഇഷ്യൂ ഉള്ള കാര്യമാണ്. എന്താ പറയുക, വലിയ അസുഖങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എമർജൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ മറ്റേതിനൊക്കെ പറഞ്ഞാൽ ഈ തൊണ്ടവേദന, തലവേദന, എന്ത് പറയുന്നത്, മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് ഡോക്ടറെ കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കൂർ കണക്ക് എനിക്ക് ഒന്ന് 6, 7, 8, 10 മണിക്കൂർ ഇരിക്കേണ്ടി വരും. അതിൻ്റെ മേളിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ പകുതി ഹാപ്പിയാണ്, പകുതി അതിൻ്റെതായ നെഗറ്റീവ്സും ഉണ്ട്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. ഒരു മിക്സഡ് രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എനിവേ ഒരു കാര്യത്തിൽ വളരെ സംതൃപ്തരാണ്. കാരണം ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ചൂടില്ല. അപ്പൊ ഞങ്ങള് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞങ്ങൾ നേരത്തെ സൗദിയിലായിരുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു. എന്റെ നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നല്ല തണുപ്പാണ്. പിന്നെ സമ്മർ ആണെങ്കിലും വലിയ ചൂടൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ അനുഭവിക്കേണ്ട ചൂടിന്റെ പകുതി പോലും ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരിതുണ്ട്. പിന്നെന്താ, ദൈവം സഹായിച്ച് ഇങ്ങനെ പോകുന്നു. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മലയാളികൾ UK-യിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഹാപ്പിയാണോ? പഴയ ആൾക്കാരെന്നെ ഹാപ്പിയാണ്. അവരൊന്നേ വന്ന് സെറ്റിൽ ആയല്ലോ. ഇനി നിങ്ങളുടെ കാര്യമാണ് നമുക്ക് പറയുന്നത്. അപ്പം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഇൻഫർമേഷൻ ഒരാൾക്കെങ്കിലും കിട്ടുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.